മാരകമായ ഒരു ആയുധം, ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മർദ്ദിക്കുന്നത്. അതും തലഭാഗത്താണ് അടിക്കുന്നത്. അത് ഉള്ളിലേക്കാണ് പ്രഹരേറ്റത്. അതിലാണ് തലച്ചോറ് കട്ടായി. അത് അറിഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ഭാര്യ വളരെയേറെ നോർമലായിട്ടില്ല. ഒരു വെള്ളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് ഷഹബാസിന് വീട്ടിലെ ബുദ്ധിമുട്ടും ഉപ്പയുടെ ജോലിയെക്കുറിച്ചുമെല്ലാം നല്ല ധാരണയുണ്ടായിരുന്നു. പഠിച്ച് നല്ല ജോലി നേടണമെന്ന് പറയാറുമുണ്ടായിരുന്നു. ഏറെ വേദനയോടെ അതെല്ലാം ഓർക്കുകയാണ് പിതാവ് ഇക്ബാൽ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് കൊണ്ടും എൻ്റെ മാമന്മാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് പഠിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ട് കുറഞ്ഞ ഒരു പഠനം കൊണ്ടൊരു ജോലി വേണം എന്നുള്ളൊരു പലതവണ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ നെഞ്ചാകെ പഠിച്ചു പോയി. നമുക്കൊരു സാധനം കറക്റ്റായിട്ട് പറഞ്ഞ രീതിയിൽ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രതികളായവരെ SSLC പരീക്ഷ എഴുതിപ്പിക്കരുതെന്നാണ് കുടുംബം വൈകാരികമായി പ്രതികരിക്കുന്നത്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയും പിതാവിനുണ്ട്. എങ്കിലും നീതിപീഠത്തിൽ തികഞ്ഞ വിശ്വാസത്തിലാണ് അദ്ദേഹം. സ്വാധീനം ചെലുത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല. അവർ പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഗവൺമെൻറ്റിന് ഞങ്ങളെ ഇത് മനസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് എഴുതാനും സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ. പ്രതികളായ 5 പേരുടെയും വീട്ടിൽ പോലീസ് ഇന്ന് റെയ്ഡ് നടത്തി. പല വീടുകളും പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു. പുറത്തുനിന്ന് മുതിർന്നവരുടെ സഹായം സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനായി ട്യൂഷൻ സെന്റർ പരിസരത്തെയും മറ്റും കൂടുതൽ CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടെ സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളുടെയും മൊഴികളും പോലീസ് രേഖപ്പെടുത്തും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.